അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബ്രെഡ് പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തിന് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബ്രെഡ് ഒന്ന് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഈ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബ്രെഡ് 2 പീസാക്കിയിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇത് ബട്ടർ തന്നെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കാം. കാരണം ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ നമ്മളെ പുഡിങ് ലാസ്റ്റ് ഫൈനൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ ബട്ടർ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. അങ്ങനെ ഓവറായിട്ട് ചൂടാവൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആക്കി എടുത്താൽ മതി. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡിലും നമുക്കിതാക്കി എടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ പഞ്ചസാര കയ്യിലുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാലിൽ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തണുത്ത പാലിലാട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് ചേർക്കുന്ന സമയത്ത് നല്ലോണം തന്നെ ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇളക്കി ചെറുതായിട്ടൊന്ന് കട്ടിയാക്കിയിട്ടെടുക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റേർഡ് പെട്ടെന്ന് അടിക്ക് പിടിച്ചു കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇളക്കി നമ്മൾ ഫസ്റ്റ് ഒഴിച്ച പാലിൻ്റെ നേർ പകുതി ആവുന്നവരെ ഇത് കട്ടിയാക്കിയിട്ട് എടുക്കാം. ഇതൊന്ന് കട്ടിയായി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റർഡിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറി വരട്ടെ. എന്നിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ബ്രെഡ് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. ആ താഴെ ഭാഗം മൊത്തം കവർ ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ബ്രെഡെല്ലാം നിങ്ങൾ എടുക്കുന്ന പുഡിങ്ങിന് ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെഡെല്ലാം. ഇനി നമുക്ക് ഇതിന് മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കസ്റ്റർഡിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റർഡിൻ്റെ മിക്സ് ഒഴിക്കുന്ന സമയത്ത് നല്ലോണം തന്നെ ഒഴിക്കുക. അതായത് ഈ കസ്റ്റർഡിൻ്റെ മിക്സ് ബ്രെഡിലേക്ക് ഇറങ്ങണം. ആ രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതായത് ബ്രെഡ് സെപ്പറേറ്റ് കസ്റ്റർഡിൻ്റെ മിക്സ് സെപ്പറേറ്റ് അങ്ങനെ നിൽക്കാൻ പാടില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മേലേക്ക് ഇതാ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് ബദാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ മേലെ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇത് അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്കൂർ 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ അങ്ങനെ വെക്കാം, ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമ്മളെ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.